നമ്മളിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. എന്നാ പേര് പേരറിയില്ല. ഇന്ത്യൻ അപ്പം ലഞ്ച് കഴിക്കാൻ കയറിയതാണ് കേട്ടാ. അടിപൊളി. പിന്നെ ഞാൻ വാങ്ങിയത് ലാം മസാല റൈസ്, പിന്നെ ഇതൊരു പപ്പടം, കൂടെ ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പം ഇതൊന്ന് നോക്കട്ടെ എന്തുണ്ടെന്ന്. എന്തെങ്കിലും കുറച്ച് ഇത് എടുത്തിട്ട് നല്ല സ്പൈസി ആക്കിയിട്ടുണ്ട്. അടിപൊളി. വെറു വരുന്നുണ്ടാ? എന്നാലും ചെറുങ്ങനെ എനിക്കുണ്ടല്ലോ തിന്നാണുമ്പോ ചിക്കൻ ടിക്ക മസാല ഉണ്ടല്ലോ. കടന്നിരുവാ ഇതിങ്ങനെ ഇത് മാത്രം എടുത്തിരിക്കണം. അടിപൊളി. ശേഷം പപ്പടം എടുക്കുക. പപ്പടം എടുത്തിട്ട് എങ്ങനെ ചോറ് തിന്നാന്നുള്ള കാണിച്ചു തരാം. എടുത്ത് ഇതാ ഇതിങ്ങനെ ചോറ് പപ്പടം ഇതും. ഓക്കെ, ഇതിങ്ങനെ ഈ പപ്പടം ഇതിനുള്ളിൽ പോണം. വേറെ ലെവലാ. പപ്പടത്തിൻ്റെ ഇതും ചോറ് മുകളിൽ കറി 3 ലെയർ. നമ്മൾ ഉഷയിൽ നിന്ന് കാണിക്കുന്നേ. ഭയങ്കര എണ്ണക്കട്ട് നന്നായിട്ട് ടേസ്റ്റും ഒക്കെ അറിയുന്നതെന്ന് പറയുന്നത് നിൽക്കുന്നത്. മുഖത്തോട്ടല്ല എന്ന് കാണിക്കുന്നത് പരുതാക്കിയ സപ്തവർണ്ണങ്ങൾ. അതായത് ടിക്ക മസാലയാണ്. അവരിപ്പോൾ ഇരിക്കുന്നവർ കൈ കൊണ്ടല്ലേ കഴിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ഒരു രക്ഷയില്ലല്ലോ. അത് മുറിച്ചൊരു പീസെടുത്ത് ഉളപ്പം എങ്ങനെയാണ് ഇതാണ് ഉഷാ സ്റ്റൈൽ കഴിക്കുന്നത്. മുഖത്തോട്ട് കുറച്ച് ഇങ്ങനെ പാവങ്ങളുടെ മുഖത്തെ മിന്നിമായിരുന്നതാണ്. ഞാനോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ കുസീനാണ്. പപ്പടം കൊട്ടിട്ട് എൻ്റെ സ്റ്റൈലിൽ തിന്നു. കുറച്ച് ചോറാക്കി. ഞാൻ പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു മോഡലാണ്. ഓക്കേ, ഇനിയിപ്പോൾ ഇതാ അങ്ങനെ അരി കഴിച്ചിട്ടുണ്ട്. വായി തുറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊന്നും തീറ്റയുണ്ടാൽ പിന്നെ വാക്കുകൾ അധികം സംസാരിക്കില്ല. അപ്പോൾ ഷെയർ കഴിക്കട്ടെ. അപ്പം ഞാനിനി ബാക്കി എൻ്റെ പ്ലേറ്റ് കഴിക്കേണ്ടത്ര. ഓക്കെ.